ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നീതിമാനായ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുവാൻ ആത്മീയമായും ഭൗതികമായും നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ 7 സന്തോഷങ്ങളിലെ ഒരു സന്തോഷത്തെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സംസ്കൃതത്തിൽ വളരെ പ്രശസ്തമായ ഒരു ഉദ്ധരണിയുണ്ട്. സത്യം ബ്രൂയത്ത്, പ്രിയം ബ്രൂയത്ത്, നാ ബ്രൂയത്ത്, സത്യം അപ്രിയം. സത്യം പറയുക, പ്രിയം പറയുക, കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത സത്യം പറയാതിരിക്കുക. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ സന്തോഷ വാർത്തകൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഒരു സന്തോഷ വാർത്ത പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ്. കഷ്ടപ്പാടിൻ്റെയും ആശയക്കുഴപ്പത്തിൻ്റെയും നടുവിൽ ദൈവം സാധാരണക്കാരനായ ഒരു തച്ചന് നൽകിയ സന്തോഷ വാർത്ത. 2026 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ യോസേപ്പ് പിതാവിന് ദൈവം തൻ്റെ സ്നേഹവും കരുതലും വെളിപ്പെടുത്തിക്കൊണ്ട് നൽകിയ സന്തോഷ വാർത്ത. സാധാരണയുള്ള ഏത് ഭർത്താക്കന്മാരെ പോലെയും പരിശുദ്ധ കന്യാമറിയം ഗർഭിണിയായെന്ന വിവരം കേട്ടപ്പോൾ വിശുദ്ധ യോസേപ്പ് പിതാവ് ആശയക്കുഴപ്പത്തിലായി. എന്നാൽ മാലാഖയുടെ സന്ദേശം ലഭിച്ചപ്പോൾ വിശുദ്ധ യോസേപ്പ് പിതാവ് പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മാതാവിനെ സ്വീകരിക്കുകയും ദൈവഹിതത്തിന് തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്തു. ഇവിടെ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ എടുത്തു പറയേണ്ട സവിശേഷത എന്നത്, യോസേപ്പ് പിതാവ് സങ്കടങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും നടുവിൽ ദൈവത്തിൻ്റെ സന്ദേശം ലഭിച്ചപ്പോൾ അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചു. ഇന്ന് ഈ ആധുനിക യുഗത്തിൽ നമുക്ക് പലർക്കും സാധിക്കാത്ത കാര്യമാണിത്. കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച രസകരമായൊരു സംഭവം. നമ്മൾ ഈ ലോകത്തിൽ ആടുകളെ പോലെയാണ്. നമ്മളെല്ലാവരും ആടുകളെ വളർത്തുകയും ആടുകളെ എങ്ങനെയാണ് വളർത്തുന്നത് എന്നത് കണ്ടിട്ടുള്ളവരാണ്. രാവിലെ നമ്മൾ ആടുകളെ മെയ്യുവാനായി അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ അത് ഒരു ചെടിയുടെ അടുത്തെത്തി ഒരില കഴിക്കുകയും അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ചെടി കാണുമ്പോൾ അതിനെ ഉപേക്ഷിച്ച് ആ ചെടിയുടെ അടുത്തേക്ക് പോകുകയും അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ചെടി കാണുമ്പോൾ അതിനെ ഉപേക്ഷിച്ച് അതിൻ്റെ അടുത്തേക്ക് പോകും. അവസാനം വൈകുന്നേരം യജമാനൻ ആടുകളെ ആലയിൽ കയറ്റാൻ ചെല്ലുമ്പോൾ ഈ ആടുകൾക്ക് വെപ്രാളമാണ്. കാരണം രാവിലെ മുഴുവൻ നടന്നിട്ട് ഒരില പോലും കഴിക്കുവാൻ അതിന് സാധിച്ചില്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിലും ചില സമയങ്ങളിൽ നമ്മളും ഈ ആടുകളെ പോലെയാണ്. ദൈവം നമുക്ക് നല്ല ആരോഗ്യവും സമയവും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കാനോ ദൈവസ്നേഹം അനുഭവിക്കാനോ ചില സമയങ്ങളിൽ നമുക്ക് സാധിക്കാറില്ല. കാരണം നമ്മൾ ഈ ലോക സുഖങ്ങളുടെ പുറകെ ഓടുകയാണ്. അവസാന നിമിഷം മരണത്തോടടുക്കുമ്പോൾ നമ്മളും ഈ ആടുകളെ പോലെ വെപ്രാളം കൊള്ളുകയാണ്. കാരണം അവസാനം നമ്മുടെ ഹൃദയത്തിൽ ഒരു ചോദ്യം മാത്രം അവശേഷിക്കുകയാണ്: എനിക്ക് എന്ത് നേടാൻ സാധിച്ചുവെന്ന്. ജീവിതത്തിൽ ദൈവം നൽകുന്ന കഷ്ടപ്പാടുകളിലും ബുദ്ധിമുട്ടുകളിലും ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചറിയാൻ വിശുദ്ധ യോസേപ്പ് പിതാവ് നമ്മെ പഠിപ്പിക്കുന്നു. അവസാനമായി വിശുദ്ധ അമ്മ ത്രേസ്യായുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ലെറ്റ് us go to Saint Joseph. He will teach us to do everything.